മുതലപ്പുഴയിൽ കണ്ടത് എന്ത്? അധികാരത്തിന്റെ ഗർവോ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുടെ നിഷ്ഠൂരതയോ? പാവപ്പെട്ട ജനസമൂഹത്തോട് കയർക്കുക, അവർക്ക് വേണ്ടി നിലകൊണ്ട വൈദികനെ കേസിൽ കൊടുക്കുക, അതുവഴി സ്വന്തം മുഖമാണ് വികൃതമാക്കിയിരിക്കുന്നത് എന്ന് വിവാദമുണ്ടാക്കിയ മന്ത്രിമാർ മനസ്സിലാക്കിയെങ്കിൽ ഇവർക്ക് സംഭവിക്കുന്നത് അത്ഭുതം തന്നെ. പരാതി പറയുന്ന പാവപ്പെട്ട മനുഷ്യരെ അശ്രീകരങ്ങളായി കാണുന്ന മനോനിലയിലാണോ അവർ? തങ്ങൾ യജമാനന്മാരും ജനങ്ങൾ ദാസരും അധകൃതരുമാണെന്ന മട്ടിലാണ് അധികാരസ്ഥരായ പലരുടെയും പെരുമാറ്റം. പ്രീമിയം സുഖസൗകര്യങ്ങളോടെ ആർഭാടത്തിലും ഉദ്ധത ഭാവത്തിലും ജീവിക്കുന്ന പുതിയൊരു രാജകീയ ഗണമാണിന്ന് ജനങ്ങളുടെ വോട്ട് കൊണ്ട് അധികാരത്തിലെത്തുന്നവർ. അവരിൽ ചിലരുടെ അഴിമതിയും തട്ടിപ്പും ഒന്നുമല്ല ഇവിടെ പറയുന്നത്. ജനങ്ങളുടെ മേൽ ആധിപത്യ പ്രയോഗം നടത്തുന്ന സംസ്കാര ചോർച്ചയെ കുറിച്ചാണ്. മുതലപ്പുഴയിലെ മത്സ്യത്തൊഴിലാളി സമൂഹത്തിന്റെ ദുഃഖത്തിനും ദുരന്തത്തിനും വില കൽപ്പിച്ചിരുന്നെങ്കിൽ മന്ത്രിമാർ അങ്ങനെ പെരുമാറുമായിരുന്നില്ല. പരാതിപ്പെട്ടവരിൽ ഏത് പാർട്ടിക്കാരനും ഉണ്ടായിക്കൊള്ളട്ടെ, അവിടെ എത്തിയ മന്ത്രിമാരെ തങ്ങളുടെ ആവലാതി കേൾക്കേണ്ടവരും ഉത്തരം പറയേണ്ടവരുമായി തന്നെ ആ സമൂഹം കണ്ടു. അവർ വിലപിക്കുന്നതും ക്ഷോഭിക്കുന്നതും പൊട്ടിത്തെറിക്കുന്നതും ഒക്കെ സ്വാഭാവികം. അതും മനസ്സിലാക്കാൻ അധികാരം പോരാ, മനുഷ്യത്വം വേണം. 4 പേർ അപകട മരണത്തിൽപ്പെട്ട സമൂഹത്തിന്റെ വേദന ഏതു സാധാരണക്കാർക്കും മനസ്സിലാകും. പക്ഷേ ആ വേദന അറിയാൻ, അവരുടെ ആവലാതിയുടെ അടിസ്ഥാനം മനസ്സിലാക്കാൻ മന്ത്രിമാർക്ക് മാത്രം ഇനിയും കഴിഞ്ഞിട്ടില്ലെങ്കിൽ കഷ്ടം തന്നെ. നാടിന് മത്സ്യവിഭവം എത്തിക്കുന്നവർ അനുദിനം എത്രമാത്രം അപകട സാധ്യതകളും ദുരിതങ്ങളും നേരിട്ടാണ് പണിയെടുക്കുന്നതും ജീവിക്കുന്നതുമെന്ന് ദുരന്ത വേളകളിലെ ബാഹ്യ സമൂഹം കാണാറുള്ളൂ. മുതലപ്പുഴയിൽ നേരിടേണ്ടി വരുന്നത് സ്വാഭാവിക ദുരന്തങ്ങളല്ല, അശാസ്ത്രീയമെന്ന് പലവട്ടം അവർ പരാതിപ്പെട്ട നിർമ്മാണ പ്രവർത്തനത്തിന് ശേഷം സംഭവിച്ചവ. ഇതുവരെ 75ഓളം അപകട മരണങ്ങൾ. മത്സ്യത്തൊഴിലാളികൾ സുരക്ഷിതരായി ജോലിക്കിറങ്ങിയിരുന്ന സ്ഥാനത്താണ് പുതിയ ദുരന്ത മേഖല രൂപപ്പെട്ടിരിക്കുന്നത്. അതിന്റെ കാരണം നിർമ്മാണത്തിലെ പിശകാണെന്ന് നിരവധി ജീവനുകൾ വില കൊടുക്കേണ്ടി വന്നവർ തുടരെ വിലപിക്കുന്നു. പക്ഷേ സർക്കാർ ഗൗനിക്കുന്നില്ല. ഈ സാഹചര്യം നിലനിൽക്കുകയാണല്ലോ മന്ത്രിമാർ അവിടെ എത്തിയത്. എന്തു കാണാനാണ് അവരവിടെ പോയത്? എന്തു പ്രതീക്ഷിച്ച്? അരക്ഷിതത്വം അനുഭവിക്കുന്നവരുടെ വേദന അറിയാനും ആവലാതികൾ കേൾക്കാനുമോ? അതോ സ്വന്തം ദുഃഖം മറന്ന് അവർ താലമൊരുക്കുമെന്ന് പ്രിയം പറഞ്ഞും മടക്കി അയക്കുമെന്നും പ്രതീക്ഷിച്ചോ? ജനങ്ങൾ അധികാരത്തിലേറ്റിയ ഭരണാധികാരികൾ പലരും അത്തരം പലതും ശീലിച്ചുപോയി. ഒരു വട്ടമെങ്കിലും അതിൽ കുറവോ മാറ്റമോ വന്നാൽ ക്ഷോഭിക്കാൻ മടിക്കാത്ത വിധം മുതലപ്പുഴയിലേക്ക് പോയ മന്ത്രിമാർ മത്സ്യത്തൊഴിലാളികളുടെ ദുഃഖവും നിസ്സഹായതയും പ്രതിഷേധമായി പുറത്തു വരില്ലെന്ന് കരുതിയെങ്കിൽ എന്തു പറയാൻ? അതോ അവർ തങ്ങളോട് പ്രിയം മാത്രമേ പറയാവൂ എന്നാണോ മന്ത്രിമാരുടെ നിലപാട്? മന്ത്രിമാരോടുള്ള വ്യക്തിപരമായ വിദ്വേഷമല്ല പ്രതിഷേധത്തിന് കാരണം. വിഴിഞ്ഞം സമരം വരെയും അതിനുശേഷവും മത്സ്യത്തൊഴിലാളികൾക്ക് സർക്കാരിൽ നിന്ന് നേരിടേണ്ടി വരുന്ന അവഗണന, അവരുടെ ജീവരക്ഷ പോലും സർക്കാർ നിസ്സാരമായി കാണുന്ന അവസ്ഥ, ഉറപ്പുകളോ വാഗ്ദാനങ്ങളോ മാനിക്കാത്ത സമീപനം, അതിലുള്ള രോഷം മനസ്സിലാക്കാതെ അവരോടും അവർക്കൊപ്പം നിന്ന വൈദികനോടും വീഡിയോ ക്ലിപ്പുകളിലെ ഹീറോയിസത്തിന്റെ ഭാഷ പ്രയോഗിക്കുന്ന മന്ത്രി സംസ്കാരം സമൂഹം കണ്ടു. ആരാണ് ഇവിടെ വേഷം കെട്ടിയതെന്നും ഷോ കാട്ടിയതെന്നും വെളിപ്പെട്ടു. സ്വന്തം പരാജയം മറയ്ക്കാൻ വൈദികനെതിരെ കലാപാഹ്വാനത്തിന് കേസെടുപ്പിച്ചവരുടെ നേരും നെറിയും പൊതുസമൂഹം മനസ്സിലാക്കി. അന്തരീക്ഷത്തിൽ അലിഞ്ഞു പോകുന്ന, എടുത്തു കാട്ടാൻ തെളിവുകളൊന്നും ഇല്ലാത്ത വ്യാജമായ കുറ്റാരോപണം കൊണ്ട് ആ വൈദികനെ നിശബ്ദനാക്കാനാകുമോ? എന്തായാലും ഇത് ചെയ്യിച്ചവർക്ക് മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി നിരന്തരം പ്രവർത്തിക്കുന്ന ഫാദർ യൂജിൻ പെരേരയോ തിരുവനന്തപുരം രൂപതയെയോ മാത്രമല്ല, ലത്തീൻ സമുദായത്തെ ആകെ വരയിൽ നിർത്താൻ ഉദ്ദേശമുണ്ടെന്നതിൽ സംശയം വേണ്ട. മത്സ്യത്തൊഴിലാളികൾ എന്നല്ല, ഒരു ജനവിഭാഗവും
തങ്ങളെയല്ലാതെ മറ്റാരെയും വിശ്വസിക്കുന്നതും ആശ്രയിക്കുന്നതും ഇഷ്ടപ്പെടാത്ത ആതുര മനസ്സ് ബാധിച്ചവരാണ് പല ഭരണാധികാരികളും. മത്സ്യത്തൊഴിലാളികൾ വൈദിക നേതൃത്വത്തെ ആശ്രയിക്കുന്നത് അവർക്ക് അസൗകര്യമുണ്ടാക്കുന്നു. ദുരിതത്തിൽ ഒപ്പം നിൽക്കുന്നത് കൊണ്ടാണ് തീരമേഖലയിലെ മത്സ്യത്തൊഴിലാളികൾ വൈദികരുടെ നേതൃത്വത്തെ വിശ്വസിക്കുന്നതും ആശ്രയിക്കുന്നതും. രാഷ്ട്രീയ അധികാരികളുടെ വാക്കിനേക്കാൾ അവർ വൈദിക നേതൃത്വത്തിന്റെ പിന്തുണയെ വിശ്വസിക്കുന്നു. സഭാ നേതൃത്വം അവർക്കൊപ്പം നിൽക്കുന്നില്ലെങ്കിൽ മത്സ്യത്തൊഴിലാളികളെ അടക്കി നിർത്താമെന്ന ധാരണയാകാം രാഷ്ട്രീയ അധികാരികൾക്ക്. അതിന്റെ പ്രകടനമാണോ മുതലപ്പുഴയിലെ പാവങ്ങളോട് കയർത്ത മന്ത്രിമാരിലൂടെ കണ്ടത്? അവരോടും സർക്കാരിനോടും ഒന്നേ പറയാനുള്ളൂ, പാവങ്ങളെയും അവർക്കൊപ്പം നിൽക്കുന്നവരെയും എങ്ങനെ ദ്രോഹിക്കാം എന്നതാകാതിരിക്കട്ടെ ഭരണതലത്തിലെ ചിന്ത. പകരം അവരുടെ ദുരിതം നീക്കാനുള്ള വഴികളെ കുറിച്ചാകട്ടെ. കള്ളക്കേസുകൾ വഴി നീതിബോധത്തെ നിശബ്ദമാക്കാമെന്ന് കരുതരുത്. ഒന്നും കൂടി, കരയുന്നവന്റെ മുഖത്തിടിക്കുന്നത് നീചമല്ലേ മന്ത്രിമാരെ, സർക്കാരെ?